തട്ടിമുട്ടിയിലെ സാഗറും ചേച്ചിയും പ്രണയിക്കുമായിരുന്നു. എനിക്ക് ആ കമന്റ് പ്രണയവുമല്ല, ഇവര് തമ്മിൽ അവിഹിതമുണ്ടോന്നാണ് ചോദിച്ചത്. ഇപ്പം പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരു പെൺകുട്ടി ആരോപിക്കപ്പെട്ടാൽ എൻ്റെ കുടുംബചരിത്രവും എൻ്റെ പേരും എൻ്റെ മേൽവിലാസവും എല്ലാം വരും. അപ്പോൾ ഒരു സ്ത്രീയുടെ പേര് വരുന്ന ഇര എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് ഒരു സ്ത്രീ മുതലാക്കി ഇപ്പോൾ ഉള്ള നടന്മാർക്കെല്ലാം ഒരു പണി കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ? പല അമ്മമാർ വരെ പെൺമക്കളെ കൂട്ടിക്കൊടുക്കുന്ന കാലഘട്ടമാണ് ഞാൻ പറഞ്ഞ. ചേച്ചി എന്ത് പറയും? മൃഗങ്ങൾക്ക് മക്കൾ ഏതാന്നൊക്കെ അറിയാം, മനുഷ്യനറിയത്തില്ല. മനുഷ്യനാണ് ബുദ്ധി മാത്രമേ ഉള്ളൂ, വിവേകം എന്ന് പറയുന്ന ഒരു സംഗതി സത്യത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ? ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി, എനിക്കാണെങ്കിൽ പോലും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്ത് മതിയായി, ഒരുമാതിരി ഊളത്തരം ചോദ്യം ചോദിച്ചിട്ടാണോ ഇവിടെ കൊണ്ടുവന്നിരുത്തേണ്ടത്? അത് ഇത്ര പരിചയമുള്ള ഒരാള് ഞാൻ നിന്റെ അടുത്ത് ഇത് പ്രതീക്ഷിച്ചില്ല. അജന് ഇത്തരം ചോദ്യങ്ങൾ എന്റെ കൺമുന്നിൽ നിന്ന് പരിചയമുള്ള ആൾക്കാർ ചോദിച്ച ചെപ്പക്കുറ്റി അടിച്ച് ഞാൻ പൊളി. നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അത് വൈറലാവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. ഇതിനോടൊപ്പം ഉള്ളത് ആക്ട്രസ്സാണ്, സിംഗറാണ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്, മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണ്, ഒരു സകലകലാ വല്ലഭിയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനീഷ ചേച്ചിയാണ് എന്നോടൊപ്പം ഉള്ളത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം ബിഗ് ബോസിൽ കണ്ട നാൾ മുതൽ ഞാൻ ആഗ്രഹിച്ചതും അല്ലെങ്കിൽ ഞാൻ കണ്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ബിഗ് ബോസിൽ ഒരു അമ്മ അവർക്ക് എങ്ങനെയാണോ അതുപോലെ കേട്ടോ നേരിട്ടും. അതായത് കൂട്ടുകാർക്കിടെ കൂട്ടുകാരൻ, വീട്ടുകാർക്കിടെ വീട്ടുകാരി അല്ലേ? ആ ഒരു ഫാമിലി അറ്റാച്ച്മെന്റ് ആണ് ഇന്ന് ചേച്ചി നിലനിർത്തിയേക്കുന്നത്. തീർച്ചയായിട്ടും അതെൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മയുടെയും ഫാമിലിയുടെ ഒക്കെ ഗുണമാണ് അത്. കാരണം നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും വളരെ ഫ്രീഡം, സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച ആൾക്കാരാണ് ഞങ്ങളൊക്കെ. ആ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്യാതിരിക്കാൻ അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചിട്ടുമുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് നമ്മളത് ദുർവിനിയോഗം ചെയ്യാണ്ടിരിക്കേണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരുപാട് സ്വാതന്ത്ര്യം ഇല്ലായ്മയിലാണ് നമുക്ക് എന്ത് വേണം, നമുക്ക് വേലി ചാടാൻ തോന്നുക. അപ്പോൾ നല്ല രീതിയിലുള്ള എവിടെ അതിർവരമ്പുകൾ വെക്കണം എന്നെല്ലാം പഠിപ്പിച്ച് തന്ന് സ്വാതന്ത്ര്യം തന്ന് വളർത്തിയ ഒരു മക്കളാണ് ഞങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ജീവിതത്തിലുണ്ട്. കാരണം ചേച്ചിയുടെ മക്കളാണേലും ഹാപ്പിയാ. ഒരു അമ്മ മോൻ ബന്ധത്തേക്കാൾ കൂട്ടുകാരനെ പോലെ. അതെ അതെ, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതെ അതെ. ചേച്ചി ഇന്ന് വിളിച്ചതിൽ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത്, ഇന്നലെയും മിനിഞ്ഞാന്ന് പോയിട്ട് പനിയായി, ഇന്നും പനിയായിട്ടും എനിക്ക് വേണ്ടി വന്നതിൽ ഒത്തിരി നന്ദി ആദ്യം തന്നെ. തീർച്ചയായിട്ടും. ചേച്ചി എന്തോ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ? അയ്യോ എന്തുവാ ഈ നടക്കുന്നത്? ഒന്നും പറയണ്ട. അത് കാരണം ഈ പറഞ്ഞതുപോലെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസമില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പണ്ട് മുതൽക്ക് തന്നെ മലയാള സിനിമയിലോട്ട് ഒരു പെൺകുട്ടിയെ വിടാൻ വീട്ടുകാർക്ക് പേടിയുണ്ട്. ഓക്കെ, ഓൾറെഡി ഒരു എന്താ പറയാ ദുർവ്യാഖ്യാനങ്ങൾ ഈ ഒരു മേഖലയെക്കുറിച്ച് പൊതുവേ ഉണ്ട്. സിനിമാ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് വളരെ മോശമാണ്, സ്ത്രീകൾക്കൊട്ടും അത്ര നല്ല ഒരു മേഖലയല്ല എന്നുള്ള രീതിയിലൊക്കെ പണ്ട് മുതലേ. ഇപ്പം റോസി എന്ന് പറയുന്ന ആദ്യ നായികയെക്കുറിച്ച് പോലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയെക്കുറിച്ച് പ്രത്യേകിച്ച് ഇപ്പം എല്ലാ മേഖലയിലും സ്ത്രീകളെ സംബന്ധിച്ച് സുരക്ഷിതരാണോ എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. ഇപ്പോഴും കുടുംബങ്ങളിൽ പോലും സുരക്ഷിതരല്ല. പക്ഷേ ഇത് കൂടുതലും പബ്ലിക് ആവാൻ ഒരുപാട് സാധ്യതകളുള്ളൊരു മേഖലയായതുകൊണ്ടും ജനങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു മേഖലയായതുകൊണ്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ മേഖലയിൽ മാത്രമല്ലല്ലോ പീഡനങ്ങൾ ഉണ്ടാകുന്നത്, എല്ലായിടത്തും ഉണ്ട് അത്. പക്ഷേ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സിനിമാ മേഖലയാണ്. ഈ ചർച്ച ചെയ്യുന്ന മേഖലയെന്ന് ചേച്ചി മനസ്സിലാക്കാൻ കാരണം ഈ ഫെയിം ഉള്ളത് കൊണ്ടാണോ? തീർച്ചയായും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സംസാരിക്കാൻ ഡിസ്കസ് ചെയ്യാൻ ജനങ്ങൾക്ക് താല്പര്യമുള്ളത് കൊണ്ടും ഒരുപാട് എന്താ പറയുക ജനകീയമായതുകൊണ്ടും തന്നെയാണ് അതെല്ലാവരും ഇങ്ങനെ എന്താ പറയുക കൂടുതൽ അതിനെക്കുറിച്ച് ഇങ്ങനെ കൂലങ്കഷമായ ഒരു ഡിസ്കഷൻ നടത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നമുക്കിത് ഡിസ്കസ് ചെയ്യാൻ നമുക്ക് എന്ത് യോഗ്യതയാണ് ആക്ച്വലി ഉള്ളത്? തീർച്ചയായിട്ടും നമ്മൾ ആരും പാപം ചെയ്യാത്തവരല്ല. എല്ലാവരും
ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ തെറ്റുകൾ ചെയ്ത് ജീവിക്കുന്നവർ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ദൈവങ്ങളായി പോവില്ലേ? നമ്മളൊക്കെ വെറും മനുഷ്യന്മാരാണ്. തെറ്റുകൾ കൂടി ചേരുന്നതാണ് ഒരു സാധാരണ മനുഷ്യൻ എന്ന് പറയുന്നത്. ആ തെറ്റുകൾ നമ്മൾ ആവർത്തിക്കപ്പെടാണ്ടിരിക്കുമ്പോഴാണ് ഒരാളുടെ വ്യക്തിത്വം പൂർണ്ണമാവുന്നത്, അല്ലേ? അല്ലാതെ തെറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതല്ല. ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് തിരുത്തി മനസ്സിലാക്കി അത് ആവർത്തിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരാളുടെ വ്യക്തിത്വം. തീർച്ചയായിട്ടും തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും തന്നെ ഇല്ല. ഒരാളും ഇല്ല. ചേച്ചി, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? മോനെ, ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ജെനുവിനായിട്ട് പീഡിതരായിട്ടുള്ള പെൺകുട്ടികളും അല്ലെങ്കിൽ ജെനുവിനായിട്ടുള്ള ക്രിമിനൽ മൈൻഡുള്ള പ്രതികളും ഇതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പം നടക്കുന്ന ഡിസ്കഷനുകളിൽ ഇതിൽ സംഭവിച്ചു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ജെനുവിനായിട്ടുള്ള ഇരകൾക്ക് നീതി കിട്ടാതെ പോവുകയും ശരിയായിട്ടുള്ള പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടു ചെന്ന് എത്തിക്കാൻ പറ്റാതെയും ആവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഈ സ്ത്രീകൾക്കുള്ള പ്രിവിലേജ് ഈ കാലഘട്ടത്തിൽ കൂടുതലല്ലേ? ഞാൻ പറയാൻ കാരണം, ഇപ്പം പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഒരു പെൺകുട്ടി ആരോപിക്കപ്പെട്ടാൽ എൻ്റെ കുടുംബചരിത്രവും എൻ്റെ പേരും എൻ്റെ മേൽവിലാസവും എല്ലാം വരും. അപ്പോൾ ഒരു സ്ത്രീയുടെ പേര് വരുന്ന ഇര എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പം ഇത് ഒരു സ്ത്രീ മുതലാക്കി ഇപ്പോൾ ഉള്ള നടന്മാർക്കെല്ലാം ഒരു പണി കൊടുക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണോ? അല്ല, അത് മുതലാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആരും നമ്മൾ പേരെടുത്ത് പറയുന്നില്ല. കാരണം ഇതൊക്കെ ഓരോരുത്തരുടെ അനുഭവങ്ങളാണ്. എൻ്റെ അനുഭവങ്ങൾ എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും വേറൊരാൾക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ അനുഭവങ്ങൾ ജനുവിനാണോ എന്നുള്ളത് ഞാനാണ് വിശകലനം നടത്തേണ്ടത്. എല്ലാത്തിനേക്കാളും ഉപരി നമ്മളെ വാച്ച് ചെയ്യുന്ന 2 കണ്ണുകൾ മേലെയുണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഈ ഭൂമിയിൽ ഉള്ളത് മാത്രമല്ല, അതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, അല്ലേ? എന്തൊക്കെ ദുരന്തങ്ങളാണ് എന്തൊക്കെ ദുരന്തമുഖം നമ്മൾ ചെയ്തതിന്റെ കണക്ക് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ വിശ്വസിച്ചാൽ നമുക്കൊരു തെറ്റും ചെയ്യാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഒന്നിതാണ്, തെറ്റ് എന്ന് പറയുന്നത് വേറൊരാളുടെ ജീവിതത്തെ ബാധിക്കുമ്പോഴാണ് അത് തെറ്റായി മാറുന്നത്. അങ്ങനെ ഇപ്പം നമ്മൾ പറയുന്ന ഈ അലിഗേഷൻസ് അനാവശ്യമായിട്ട് ഒരാളുടെ കുടുംബത്തെയോ അയാളുടെ വ്യക്തിത്വത്തെയോ ബാധിക്കുമ്പോൾ അതൊരു ഏറ്റവും വലിയ ക്രിമിനലിസമാണ്. ഇപ്പം ഞാനാണെങ്കിൽ പോലും മനസ്സിലാക്കുന്നത്, ഒരു സിനിമ നടന്റെ തെറ്റ് ചെയ്യാത്തൊരു സിനിമ നടന്റെ പേരും ചരിത്രവും വന്ന് നാളെ നിയമം തെറ്റുകാരനല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ചേച്ചി? ഒരു കാര്യമില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ, കൈവിട്ടുപോയ ആയുധവും വാവിട്ടുപോയ വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ അലിഗേഷൻസ് അങ്ങനെ വന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതുപോലെ നിയമം കണ്ടെത്തുകയാണ് ഇയാൾ വിമുക്തനാണ് എന്ന് പറഞ്ഞിട്ട് അത്രയും കാലവും അയാൾ അനുഭവിച്ച ആ വേദനയുടെ ട്രോമ മരണം വരെയും അയാൾ അനുഭവിക്കേണ്ടി വരും. അതാണ് ശാരീരിക പീഡനത്തെക്കാൾ ദുരന്തമാണ് മാനസിക പീഡനം. ഈ മാനസിക പീഡനത്തെ പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല ഇവിടെ. മാനസിക പീഡനമാണ് ഏറ്റവും വലിയ പീഡനം. അതാണ് ഞാൻ പറഞ്ഞത്, സ്ത്രീയും പുരുഷനും ഒരുപോലെ പീഡനം അനുഭവിക്കുന്നതാണ്, ശാരീരിക മാത്രമല്ല പീഡനം. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ പല സ്ത്രീകൾക്കും ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾക്കത് സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ, സംഭവിച്ചില്ലെന്ന് ആരും പറയുന്നില്ല. അത് ശാരീരികമാവണമെന്നില്ല. പീഡനം മാനസികമായിട്ട് ഒരുപാട് തകർത്ത ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ലൈഫിൽ ഒരുപാട് മാനസിക പീഡനങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഒരു ചെറിയമ്മയുണ്ട്. ആ ചെറിയമ്മ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ 4ാം ക്ലാസ്സിൽ സാമൂഹ്യ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയമ്മ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ അതിലൊരു കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കണുണ്ടല്ലോ എന്ന് ആലോചിക്കണം. ആ കുട്ടിയുടെ ബോഡി സ്ട്രക്ചറിലൊക്കെ ഒരു വല്ലാത്തൊരു വ്യത്യാസമുണ്ട്. ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ മറ്റുള്ള കുട്ടികളോട് പെരുമാറുന്ന ഒരു പക്വത വന്ന ഒരു കുട്ടിയുടെ പോലെയൊക്കെ ഉള്ളൊരു പെരുമാറ്റം പോലെ. അപ്പോൾ ചെറിയമ്മ അങ്ങനെ കുറച്ച് സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ടീച്ചേഴ്സ് പൊതുവെ അങ്ങനെയാണല്ലോ. അപ്പോൾ ചെറിയമ്മ എന്ത് ചെയ്തു, ഈ കുട്ടിയുടെ ഇത് ശരിക്കും എന്താണ് എന്നുള്ളത് അറിയാൻ പുള്ളിക്കാരിക്കൊരു ജിജ്ഞാസ. അപ്പോൾ ആ കുട്ടിയായിട്ട് ഭയങ്കര കമ്പനിയായി ആ കുട്ടി എല്ലാം തുറന്നു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ചെറിയമ്മ ആ കുട്ടിയോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ചോദിച്ചു വന്നപ്പോൾ അറിയുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ, വൈകിട്ട് 7 മണിക്ക് ശേഷം 4 ആ ചുറ്റുപാടിലുള്ള 4 അപ്പാപ്പന്മാരാണ് ഈ കുട്ടീനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാ ദിവസവും. ഇത് സിനിമാ മേഖലയല്ലല്ലോ, ഗ്രാമത്തിൽ താമസിക്കുന്ന സാധാരണ കുടുംബത്തിൽ നടക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ആ കുട്ടി തുറന്നു പറഞ്ഞു. അത് അവസാനം കേസായി. ചെറിയമ്മയൊക്കെ തന്നെ കോടതിയിലൊക്കെ പോയി നേരിട്ട് ഇതാക്കി. ആ കുട്ടിയുടെ അമ്മ അപ്പോൾ പറഞ്ഞാണ്, ജോസഫിൻ്റെ അപ്പാപ്പൻ വരും. ഈശ്വര, ജോസഫിൻ്റെ അപ്പാപ്പനാ വെറുതെ പറയാന്ന്, സ്വന്തം അമ്മയാണ് പറയണത്.
അപ്പം അമ്മയ്ക്ക് അതിൻ്റെ എന്തെങ്കിലും ഗുണങ്ങൾ അനുഭവിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പം ഇങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ അറിഞ്ഞുകൂടാത്ത പല പീഡനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഓർമ്മയിൽ വന്നതേ, പല അമ്മമാർ വരെ പെൺമക്കളെ കൂട്ടിക്കൊടുക്കുന്ന കാലഘട്ടമാണ് ഞാൻ പറഞ്ഞ. ചേച്ചി എന്ത് പറയും? അങ്ങനെ എനിക്ക് അടച്ചാക്ഷേപിക്കാൻ എല്ലാവരും ഞാൻ പറയത്തില്ല. അങ്ങനെ ഉണ്ട്. ഈ കേരളത്തിൽ ഇതൊന്നുമല്ല, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരുപാട് അലിഗേഷൻസ് കേരളത്തിൽ നല്ല മനുഷ്യരാശികൾക്കിടയിൽ നടക്കുന്നുണ്ട്. നമ്മൾ മൃഗീയമായി എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. മൃഗങ്ങൾ അങ്ങനെയല്ല കേട്ടോ. മൃഗങ്ങൾക്ക് മക്കൾ ഏതാന്നൊക്കെ അറിയാം, മനുഷ്യനറിയത്തില്ല. മനുഷ്യനാണ് ബുദ്ധി മാത്രമേ ഉള്ളൂ, വിവേകം എന്ന് പറയുന്ന ഒരു സംഗതി സത്യത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാലഘട്ടം കഴിയും തോറും. ഇപ്പം ചേച്ചിയുടെ ഒക്കെ കുട്ടിക്കാലത്തെ ഒരു സ്നേഹം, വാത്സല്യം ഈ കാലഘട്ടത്തുണ്ടെന്ന് ചേച്ചി വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിലുണ്ട്, പക്ഷെ ചുറ്റുപാടും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചുറ്റുപാടും ഞാൻ പല 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 സംഗതികളും നമ്മുടെ കൺമുന്നിലും കാണാറുണ്ട്. പിന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആ ഒരു സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലാണ്ടിരിക്കുക എന്നുള്ളത് മാത്രം. നമുക്ക് എല്ലാവരെയും നന്നാക്കിച്ചിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ഞാൻ പഠിച്ചൊരു കാര്യം അതാണ്. എല്ലാവരെയും എന്നല്ല, നമ്മുടെ കൂടെ നിൽക്കുന്നവരെ പോലും ചിലപ്പോൾ നമുക്ക് നന്നാക്കാൻ പറ്റിക്കോണമെന്നില്ല. അവനവൻ ചിന്തിക്കണം ഞാൻ നന്നാവണം എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു ദുശീലം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു തന്നാൽ എനിക്കത് മാറ്റാൻ പറ്റിക്കോണമെന്നില്ല. അത് ഞാൻ സ്വയം എനിക്ക് ബോധ്യം വരണം. അപ്പം ഞാനത് തിരുത്തും എന്നുള്ളതാണ്. അതാണ് ഈ കാലഘട്ടം. അപ്പം അവനവൻ്റെ ജീവിതം നോക്കി അങ്ങോട്ട് ജീവിക്കുക. ജീവിതത്തിൽ ഇത്ര എക്സ്പീരിയൻസിൽ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്ത് ചേച്ചി ഉത്തരം പറയും? ഒരുപാട് പാഠങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. നമ്മളെല്ലാവരെയും സഹായിക്കാൻ മനസ്സുകൊണ്ട് നമ്മൾ വിചാരിക്കും. എനിക്കാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് വിഷമങ്ങളും കണ്ണീരും കയ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് തകരും. അവരുടെ മുന്നിൽ ഞാനങ്ങ് വീണു പോകും. പിന്നെ ഞാൻ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകളായിരിക്കും. അവിടെ ഞാൻ എൻ്റെ ഇമേജോ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടോ അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഒന്നും ഞാൻ നോക്കാറില്ല. പക്ഷെ അതെനിക്ക് ഒരുപാട് വിനകൾ വരുത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് വിനകൾ വരുത്തി. അതിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ? പിന്നെ അങ്ങ് പോവാണോ? ചിലതൊക്കെ ഇപ്പോഴും കണ്ണീരൊക്കെ കണ്ടാൽ ഞാനൊന്ന് വീണ്ടും വിഷമിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതേ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാളായതുകൊണ്ട് വേറെ ആളുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിവതും ഞാനിപ്പോൾ വലിയ കുരുക്കിൽ ചെന്ന് പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമങ്ങളൊക്കെ ഞാൻ നടത്താറുണ്ട്. ചിലപ്പോൾ വിജയിക്കും, ചിലപ്പോൾ അത് തോൽക്കും. ഇപ്പം ഇന്ന് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് ചേച്ചിയുടെ സംസാര ശൈലി ഇഷ്ടമാണ്, അതോടൊപ്പം ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഒരുപാടുണ്ടാവുമായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാടുമോ? തീർച്ചയായിട്ടും. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പാട്ടിലേക്ക് ഞാൻ ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. വരണം, അതെ, അത് വരണം. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ആശുപത്രിയിൽ പോകുന്നതിന് പകരം ഇപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നാണെന്ന്. നമുക്ക് ഈ കൊറോണ ഒക്കെ വന്ന് കുറേ അലുക്കുലുത്തുകളൊക്കെ ഉണ്ടായതിനു ശേഷം ഇപ്പോൾ ആരോഗ്യം എല്ലാവർക്കും പ്രശ്നമാണ്. പ്രത്യേകിച്ച് ശ്വാസകോശം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പിന്നെ ഈ പാട്ടുകാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തൊണ്ടയാണ്. ചുമ ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഈ ചുമ അങ്ങ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചുമ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാലം പിടിക്കും. പിന്നെ ഇപ്പോ ശാരീരികാവസ്ഥ എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ BP, ഷുഗർ എന്നൊക്കെ പറയുന്ന പ്രായത്തിനനുസരിച്ചിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇത് പുറമെ ഞാൻ അറിയിക്കത്തില്ല. പക്ഷെ ഇപ്പോ നമ്മൾ പ്രായമൊക്കെ ആയില്ലേ, ഇനി ചിരിയാണ് മെയിൻ. അതെ, ചിരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അത് ഏത് ദുഃഖത്തിലാണെങ്കിലും. ഇപ്പം ചാർലി ചാപ്ലിൻ പറഞ്ഞു കേട്ടിട്ടില്ലേ, എൻ്റെ കണ്ണീര് ഞാൻ മഴയത്തിരുന്നേ ഞാൻ കരയാറുള്ളൂ, എൻ്റെ കണ്ണീര് വേറൊരാൾ കാണരുതെന്ന്. അല്ലേ, എൻ്റെ ദുഃഖം വേറൊരാൾ അറിഞ്ഞിട്ട് കാര്യമില്ല, കളിയാക്കുകയുള്ളൂ. അല്ലാതെ അതിനൊരു പരിഹാരം, ഒരു റെമഡി അവർക്ക് ചെയ്തു തരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മാക്സിമം സന്തോഷിച്ചിരിക്കുക, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എന്നെ ചൊറിയാൻ വന്നാൽ ഞാൻ തേച്ച് മാന്തി ഞാൻ ചോരിലൊട്ടിക്കും. അത് വേറെ കാര്യം കേട്ടോ. ദേഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഈ പറഞ്ഞതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സംഗതി. പറിച്ചങ്ങെടുക്കും. അതെ. അപ്പൊ പാട്ടിലേക്കാണ് നമ്മൾ വന്നത്. അല്ലെ. സ്വർണ്ണമുഖിലേ സ്വർണ്ണമുഖിലേ സ്വപ്നം കാണാറുണ്ടോ നീയും, സ്വപ്നം കാണാറുണ്ടോ, കണ്ണുനീർക്കുടം തലയിലേന്തി വിണ്ണിൻ വീതിയിൽ നടക്കുമ്പോൾ സ്വർണ്ണ ചിറകുകൾ ചുരുക്കിയൊതുക്കി വസന്തരാത്രി മയങ്ങുമ്പോൾ
സ്വർണ്ണമുകിലേ സ്വർണ്ണമുകിലേ സ്വപ്നം കാണാറുണ്ടോ. ആ, അടിപൊളി. പാട്ടി പ്രായമില്ലല്ലേ? പാട്ടിൽ പ്രായമില്ല. അതുകൊണ്ടാണല്ലോ ഗാനഗന്ധർവൻ ഒക്കെ ഇപ്പോഴും. ഇത് കഴിഞ്ഞ ദിവസം ഒരു കച്ചേരി കണ്ടില്ലേ? ഓ, എനിക്കത് കണ്ടിട്ട് ഇങ്ങനെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് വന്നു. അദ്ദേഹം എന്ത് സ്വയം ആസ്വദിച്ചിട്ടാണ് പാടുന്നത്. ഇപ്പോഴും ദാസങ്ങളെ പോലെ വേറെ ഒരു മനുഷ്യനും ആവാൻ പറ്റില്ല എന്നുള്ളത് സത്യമാണ്. കാരണം അദ്ദേഹം എക്ദം സന്യാസിയാണ് സംഗീതത്തിന്റെ കാര്യത്തിൽ. ഈ ഒരു പ്രായത്തിലും ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ ആർക്കും പറ്റില്ല എന്നുള്ളതാണ് കേട്ടോ. ഈ പ്രാക്ടീസ് സംഗീതത്തിൽ വലിയൊരു ഘടകം തന്നെ, വലിയൊരു ഘടകമാണ്. എനിക്ക് പിന്നെ പറ്റിപ്പോയ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ കാലം റേഡിയോയിലായിരുന്നു. അപ്പോൾ പല പല ക്യാരക്ടേഴ്സ് ഞാൻ എടുക്കുമായിരുന്നു. കുട്ടികളുടെ വോയിസ്, ആണുങ്ങളുടെ വോയിസ്, അമ്മാമ്മമാരുടെ വോയിസ്. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു പാട്ടുകാരി എന്ന് പറയുന്നത് സംസാരം പോലും അധികം പാടില്ല എന്നാണ് ഒരു പാട്ടുകാരിക്ക് വേണ്ടത്. നമ്മൾ ശബ്ദത്തെ മാക്സിമം ക്രമീകരിച്ച് നമ്മൾ ശരിക്കും എന്താ പറയുക, അതിനെ പരിപാലിച്ച് കൊണ്ടുപോകണം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ചേച്ചിയുടെ സംസാരം അല്ല, എനിക്ക് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ജീവിച്ചിരിക്കും, പക്ഷെ വർത്താനം പറയാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതാണ്. ചേച്ചി ഒരു വേദിയിൽ കരയെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട് പാട്ടിലൂടെ. ഒരു വേദിയിലല്ല, എൻ്റെ ഏത് വേദി എടുത്താലും ഞാൻ കരയും. ആ ഒരു കണ്ണീര് വരാൻ കാരണം സന്തോഷ കണ്ണീരാണോ? അത് സന്തോഷ കണ്ണീരല്ല, അത് എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ കടന്നു വന്ന വഴികളെ കുറിച്ചുള്ള എൻ്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. അന്ന് ഈ SPB സാറിൻ്റെ ആ പ്രോഗ്രാമിന് എന്നെ പാടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ആ നിമിഷം വരെയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പാടിക്കാതിരിക്കാൻ, എന്നെ ആ വേദിയിൽ പാടിക്കാതിരിക്കാൻ വേണ്ടി. ഞാൻ പാടിയാൽ ശരിയാവില്ല, അവിടെ വേറൊരു സിംഗർ ഉണ്ടായിരുന്നു, ആ കുട്ടി പാടിയാൽ മതി എന്നുള്ള രീതിയിൽ എന്നെ അവിടെ നിന്ന് മാറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിരുന്നു. അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടാണ് SPB എന്ന് പറയുന്ന മഹാനായ ഗായകൻ എന്നെ കെട്ടിപ്പിടിച്ച് ലോകത്തിന് മുന്നിൽ അംഗീകരിച്ചത്. അവിടെ എനിക്ക് കിട്ടിയ ഒരു അനുഭൂതി ഉണ്ടല്ലോ, ദൈവം എന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് എന്നെ അംഗീകരിച്ച പോലെയാണ് എനിക്ക് സത്യം പറഞ്ഞു എനിക്ക്. ശരിക്കും ചേച്ചിയുടെ ജീവിതത്തിൽ പുറകോട്ട് നോക്കുമ്പം നേടിയ അംഗീകാരങ്ങളൊന്നും ചെറുതായിട്ടില്ലല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോഴും, പണ്ടൊക്കെ എൻ്റെ അടുത്ത് എല്ലാവരും പറയുമായിരുന്നു, അയ്യോ ഒന്നും ആവാൻ പറ്റിയില്ലല്ലേ മനീഷയ്ക്ക്. ഇപ്പോഴും ചില ആൾക്കാർ കമൻറ്റിലൊക്കെ അറിയാം, നീ ആര് എന്തായി എന്നൊക്കെ. ഞാനിപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എൻ്റെ മനസ്സിൽ, എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര ഒരുപാട് നല്ല നല്ല അംഗീകാരങ്ങൾ എനിക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ആകാശവാണിയുടെ നാഷണൽ അവാർഡ് വിന്നറാണ്, ഇന്റർ യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷൻ്റെ നാഷണൽ അവാർഡ് വിന്നറാണ്, കേരള സംഗീത നാടക അക്കാദമിയുടെ സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ്. പിന്നെ തട്ടിമുട്ടി എന്ന് പറയുന്ന സീരിയലിലെ വാസവദത്ത എന്ന് പറഞ്ഞ ക്യാരക്ടർ, മലയാളികൾ മുഴുവൻ, ഞാൻ കൊറോണ സമയത്ത് മാസ്ക് ഇട്ട് പോകുമ്പോൾ എൻ്റെ കണ്ട് തിരിച്ചറിഞ്ഞ ആൾക്കാർ പോലും ഉണ്ട്. അപ്പോൾ ഈ കണ്ട ജനങ്ങൾ മുഴുവൻ മനീഷ എന്ന് പറയുന്ന ഒരു കലാകാരിയെ തിരിച്ചറിയാൻ പറ്റുക എന്ന് പറയുന്നത് പോലും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരമാണ്. പിന്നെ SPB സാറ്, ദാസങ്കള്, ഞാൻ ദാസങ്കൾ എന്നാണ് വിളിക്കാറ് യേശുദാസ് സാറിനെ, ദാസങ്കള്, അവിടുന്ന് തുടങ്ങി വിധു പ്രതാപ്, ഇപ്പോഴുള്ള പുതിയ ഗായകർ വരെയുള്ള എല്ലാ ആൾക്കാരുടെ കൂടെയും, എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും എന്താ പറയുക, പ്രോഗ്രാംസ് ചെയ്യാനും അവരുടെ പാട്ടുകൾ പാടാനും ഒക്കെ കിട്ടിയ വലിയൊരു ഭാഗ്യമല്ലേ. 10-30 പടങ്ങൾ പാടിയിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ സെൽഫ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും ആ സെൽഫ് മാർക്കറ്റിംഗ് ചെയ്യാൻ എനിക്ക് പറ്റാതെ പോയി എന്നുള്ളത് എൻ്റെ തോൽവിയാണ്. അത് ഞാൻ സ്വയം അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇപ്പോൾ അത് പഠിച്ചു വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ ഒരു സ്വഭാവത്തിൽ എനിക്ക് ചാൻസ് ചോദിക്കുക എന്ന് പറയുന്നത് എൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. അതായത് ചേച്ചി ചിന്തിക്കുന്നത് എന്നെ തേടി വരുമെന്നാണോ? കഴിവുള്ളവരെ തേടി, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, അവസരങ്ങൾ കഴിവുള്ളവരെ തേടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമായിരുന്നു. പക്ഷെ ഇന്ന് കഴിവുള്ളവർ അവസരങ്ങളെ തേടി അങ്ങോട്ട് പോകേണ്ട കാലമാണ്. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഈ പറഞ്ഞതുപോലെ മീഡിയാസിൻ്റെ അതിപ്രസരം, റിയാലിറ്റി ഷോസുകളുടെ അതിപ്രസരം. അപ്പോൾ ഒരുപാട് എന്താ പറയുക ആൾക്കാർക്ക് അതുകൊണ്ട് നല്ല ഗുണമുണ്ട്, ചീത്ത ഗുണമുണ്ട്. നല്ല ഗുണം എന്താണെന്ന് വെച്ചാൽ, ജെനുവിനായിട്ടുള്ള ഒരുപാട് കലാകാരന്മാർക്ക് അവസരങ്ങൾ കിട്ടി എന്നുള്ളത്. ശരിക്കും ഇന്നൊന്ന് വൈറലാകണമെങ്കിൽ മീഡിയയുടെ ആവശ്യം പോലും ഇല്ല, ഒരു സ്മാർട്ട് ഫോൺ മതി. അതെ, ഒരു സ്മാർട്ട് ഫോൺ മതി. സ്മാർട്ട് ഫോൺ വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫോണ് പോലും ഇല്ലാത്ത ആൾക്കാരാണ് യൂട്യൂബും കൊണ്ട് നടക്കുന്നത്. ചേച്ചി ഇപ്പം
ചേച്ചി തന്നെ പറഞ്ഞു മലയാളികളെല്ലാം ഒന്നടങ്കം അംഗീകരിച്ചൊരു പരിപാടിയാണ് തട്ടിയും മുട്ടിയും അല്ലേ. അതിൽ ഞാൻ കണ്ടൊരു കമൻ്റാണ്, തട്ടിയും മുട്ടിയിലെ സാഗറും ചേച്ചിയും പ്രണയിക്കുമായിരുന്നു. എനിക്ക് ആ കമന്റ് പ്രണയവുമല്ല, ഇവര് തമ്മിൽ അവിഹിതമുണ്ടോന്നാണ് ചോദിച്ചത്. പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ആ വാക്കിനൊരു സാഗറും ഭംഗിയുണ്ട്. മനീഷയും തമ്മിൽ അവിഹിതമാണോ? എൻ്റെ പൊന്നോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും മറുപടി കൊടുക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആ ഒരു കമൻറ്റിന് നമ്മൾ ഇത്ര പബ്ലിസിറ്റി പോലും കൊടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്താ വെച്ചാൽ ഈ കലികാലത്തിൽ ഇതൊക്കെ പറയുന്നുണ്ട്. കലികാലത്തിൽ പിതാവിന് മക്കളെ മനസ്സിലാക്കാൻ പറ്റായികയും മാതാവിന് മക്കളെ മനസ്സിലാക്കാൻ പറ്റായികയും പോലത്തുള്ള വളരെ മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമായിരിക്കും. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാർക്ക് എന്തും ചിന്തിക്കാം, അത്ര വൈകൃതമാണ് എല്ലാവരുടെയും മനസ്സെന്നുള്ളത്. പിന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നും നേടാൻ പറ്റാതെ പോയ ആൾക്കാരുടെ ഫ്രസ്ട്രേഷനാണ് എഴുതി തീർക്കുന്നത്. ഇപ്പൊ നീ ആരാന്ന് ചോദിക്കുന്നത്, ഇനി ആരോ ആയിക്കോട്ടെ, നമ്മൾ പറയുന്ന കണ്ടന്റിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനുള്ള മനസ്സ് ആരുമല്ല ഈ കമന്റ് ഇടുന്നവരെ കൊണ്ട് ഇവിടെ ഇരുത്തുന്നില്ലല്ലോ. അതാണ് ഞാൻ പറയുന്നത്. അതെ, ഇതേതാ ഈ മാരണം എന്നൊക്കെ ചോദിച്ച് കമന്റ് ഇടുന്ന ആൾക്കാർക്ക് അവരൊന്നും ആകാതെ പോയതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് അവിടെ. ഇത് സാഗർ അറിഞ്ഞായിരുന്നോ? ഇത് സാഗർ അതിനോട് പ്രതികരിക്കാറില്ല. ഞാൻ പിന്നെ സാഗർ നിങ്ങൾ തമ്മിൽ കൂട്ടുവെച്ച് നിങ്ങൾ ചോദിക്കുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് പറയാനാണ്? സാഗർ പിന്നെ ഒരു തണുപ്പൻ മട്ടാണ്. അമ്മേ പറയാനവര് പറഞ്ഞോട്ടെ, നമുക്കറിയാലോ നമ്മൾ എന്താണെന്ന്. പിന്നെ ഈ സാഗറിനെ സംബന്ധിച്ച് അവൻ വളരെ കാലിബറുള്ള, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അവൻ ഇതൊന്നും നോക്കി നടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നോക്കി നടക്കാനും പാടില്ല എന്നേ ഞാൻ പറയാറുള്ളൂ. ഞാൻ പറയുന്നത് അതൊക്കെ വിട്ട് കളഞ്ഞേക്കുക. ജീവിതം മുന്നോട്ടാണ്, ബാക്കിലോട്ടല്ല നമ്മൾ പോകുന്നത്, അല്ലേ? മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, എല്ലാ തടസ്സങ്ങളെയും തട്ടി നീക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ ഭൂമിയിൽ ദൈവം ഒരു ജന്മം തന്നിട്ടുണ്ട്. നമ്മൾ അതിന് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു വാല്യൂ നമ്മൾ ആദ്യം കൊടുക്കണ്ടേ, എന്നിട്ടല്ലേ മറ്റുള്ളവർ. എൻ്റെ ലൈഫിന്, ഈ ജന്മത്തിന് ഞാൻ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കുന്നുണ്ട്. കാരണം അഹങ്കാരം അല്ലെങ്കിൽ എന്നൊക്കെ പലരും പറയുമായിരിക്കും. ഇപ്പൊ ഇതുപോലെ ഞാൻ ഈ ചില കമന്റുകൾക്കൊക്കെ നല്ല മറുപടി കൊടുക്കും. അപ്പൊ ഒരാള്, ഞാനൊരു പരിചയ പോലത്തെ ഒരു മോതിരം ഇട്ടിരുന്നു. അപ്പൊ എന്റെ പാട്ടാണ് അതിനകത്ത്, ദൈവസ്നേഹം വർണ്ണിച്ചെന്ന പാടാണ്. ആ പാട്ട് കേട്ടാ പോരെ, നീ എന്തിനാണ് മോതിരത്തെ നോക്കുന്നേ? നീ എന്താടി കൊച്ചേ? അത് പറയുന്നത് എനിക്ക് എടി പൊടി എന്നൊക്കെ വിളിച്ച് സംബോധന ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത്രയും ആത്മബന്ധം ഉണ്ടാവണം. അല്ലാതെ ചുമ്മാ ഇന്നലെ പോയ ഇപ്പൊ കണ്ട ഒരുത്തം വന്നിട്ട് എന്താടി എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടമല്ല, എന്താണെന്ന് ഞാൻ തിരിച്ചു ചോദിക്കും. അപ്പോൾ അങ്ങനെ ഒരു കമന്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് തന്നെ പോലുള്ള ആൾക്കാരുടെ കമന്റിനുള്ള പരിചയമാണെന്ന് പറഞ്ഞു, തടുക്കാനുള്ള പരിചയമാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി അറിയാം, ഞാൻ മോശമായിട്ടൊന്നും എഴുതിയില്ലല്ലോ മനീഷേ, വെറുതെ അല്ല, ഈ അഹങ്കാരം കാരണമാണ് നീ ഒന്നും ഒരു ഉയരത്തിലും എത്താത്തതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ തൻ്റെ മറുപടിക്ക് അതേപടി ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ അഹങ്കാരിയായി. മിണ്ടാതിരുന്നെങ്കിൽ പാവത്താൻ. അതായത് അപ്പോൾ അവർ അഹങ്കാരിയല്ലേ? അവരുടെ അതേ നാണയത്തിൽ നമ്മൾ മറുപടി പറയുമ്പോൾ നമ്മൾ അഹങ്കാരി, അപ്പോൾ അവരും അഹങ്കാരിയല്ലേ? പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഉയരത്തിൽ എത്തിയില്ല എന്ന് തന്നോട് ആര് പറഞ്ഞു? എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വപ്നം കാണുന്നതിനപ്പുറത്തേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ദൈവം എത്തിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഇത്തിരി അഹങ്കരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഒരു പക്ഷേ ഇന്ന് മനീഷ എന്ന് പറയുന്ന വ്യക്തി മിണ്ടാതിരുന്നെങ്കിൽ കാറ്, സ്വർണം, ഇരുനില കെട്ടിടം ഇതെല്ലാം കിട്ടുമായിരുന്നു, എല്ലാം കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ മാസാവസാനമൊക്കെ ആകുമ്പോൾ ആരെങ്കിലും വിളിച്ച് എടാ ഒരു 5000 രൂപ എടുക്കാറുണ്ടോ എന്ന് ചോദിക്കേണ്ട ഗതികേടില്ല. നമുക്ക് സുഖമായിട്ട് ഈ പറഞ്ഞതുപോലെ പല അലിഗേഷനിലേക്ക് 500 കോടി തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പലതിലും നമുക്ക് എത്തിപ്പെടാമായിരുന്നു. പക്ഷെ ജീവിച്ച നാൾ വരെ അന്തസ്സായിട്ട് ജീവിച്ച നാൾ വരെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് അവസരങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് പട്ടിണി കിടന്ന് മരിക്കും. അത് പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. ഒരു നാണക്കേടുമില്ല, ഞാൻ നല്ല അന്തസ്സായിട്ട് പട്ടിണി കിടന്ന് മരിക്കും. ഇപ്പം ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്, ഒരുപാട് പ്രഗത്ഭരായ വ്യക്തികളിലൂടെയും പാടിയിട്ടുണ്ട്. ഒരു പാട്ടുകാരി എന്ന നിലയിൽ നമ്മൾ കുറേ പാട്ടുകൾ പാടുമ്പോഴും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് പാട്ടുകൾ കാണുമല്ലോ, ഇഷ്ടംപോലെ. അതിൽ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് പാടാം. അങ്ങനെ ഒരു പാട്ടാണ് ഞാനിപ്പോൾ നേരത്തെ പാടിയത്. അതുപോലെ ഇപ്പം ഈ പറഞ്ഞതുപോലെ പെട്ടെന്നൊരു പാട്ട് ചോദിച്ചു കഴിഞ്ഞാലേ
എല്ലാ പാട്ടുകളും കൂടെ കൂടെ മുന്നിലേക്ക് അത് വരുമ്പോൾ വലിയൊരു പ്രശ്നമാണ്, അത് ഭയങ്കര പെട്ടെന്ന് പ്രശ്നമാണ്. അപ്പൊ അതിനകത്ത് ഒരെണ്ണം ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കുറേ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും. പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, എനിക്ക് എപ്പോഴും പഴയ പാട്ടുകളോട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ജാനകിയമ്മയുടെ ഭയങ്കര ഒരു ഹാർഡ് കോർ ഫാനാണ്. ജാനകിയമ്മയെ അനുകരിക്കാൻ ശ്രമിക്കുന്ന ഒരാളും കൂടിയാണ്. പക്ഷെ അത് എത്രത്തോളം വിജയത്തിലെത്തുന്നു എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ വിചാരം ജാനകിയമ്മയെ പോലെ ഞാൻ പാടുന്നു എന്നൊക്കെയാണ്. അപ്പൊ അതുപോലെ ജാനകിയമ്മ പാടിയ എൻ്റെ ഗാനമേള വേദികളിൽ തുടക്കകാലം തൊട്ട് ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പാടിയ ഒരു പാട്ടാണത്. അതാണ് ഞാനിപ്പോൾ പാടാൻ പോകുന്നത്. പൂനുള്ളി പൂനുള്ളി കൈവിരൽ കുഴഞ്ഞല്ലോ പൂക്കാരി മലരിനിയാർക്കു വേണ്ടി മധുര പ്രതീക്ഷത മണിദീപം കൊളുത്തിയ മാനസ പൂജയിനിയാർക്കു വേണ്ടി തളിരിട്ട കിനാക്കൾ തൻ താമര മാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ നിന്റെ വിരുന്നുകാരൻ. കയ്യടിക്കലാ, അടിപൊളി കേട്ടോ. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ തോന്നും. വീട്ടിൽ മക്കളൊക്കെ ഇങ്ങനെ പാട്ട് പാടി കൊടുക്കുമോ മക്കൾക്കൊക്കെ? മക്കൾക്കൊക്കെ ഭയങ്കര ഈ അമ്മയുടെ കഴിവ് മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ പാട്ടില്? രണ്ടുപേർക്കും കിട്ടിയിട്ടുണ്ട്. മോള് നന്നായിട്ട് പാടും. പക്ഷെ മകൻ എന്താ പ്രശ്നം എന്ന് വെച്ചാല് അവനങ്ങ് സ്വയം വിധിച്ചു ഞാൻ പാടത്തില്ല. പക്ഷെ അവന് അല്ല, അവന്റെ ഭാഗത്ത് നോക്കുമ്പോ അമ്മ പാടാനുണ്ട്, അച്ഛൻ പാടാനുണ്ട്, ചേച്ചിയുണ്ട്, പിന്നെ ഞാൻ എന്തിനാ പാടുന്നത്? ചേച്ചിയല്ല, അവന്റെ അനിയനാണ്. പിന്നെ എൻ്റെ കുടുംബം എന്ന് പറയുന്നത്, എൻ്റെ കുടുംബത്തിലെ എല്ലാവരും പാട്ടുകാരാണ്. അടിപൊളി. അതായത് എൻ്റെ അച്ഛൻ അസലായിട്ട് പാടും. എൻ്റെ അമ്മ കോളേജിലെ സൂപ്പർ സിംഗറായിരുന്നു. പിന്നെ എല്ലാവരും പാടും. അതായത് ഞങ്ങളുടെ കുടുംബത്തിലൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരാളെ വിളിക്കണ്ട, കലാകാരന്മാരെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. അത്രയും കലാപരമായിട്ട് ഒരുപാട് എന്താ പറയുക കഴിവുകളുള്ള ഒരു ഫാമിലി ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ പ്രൊഫഷണലി എത്തിപ്പെടാൻ അന്നത്തെ കാലഘട്ടത്തിൽ അവർക്ക് ആർക്കും പറ്റിയില്ല. സാഹചര്യം മൂലമായിരിക്കും. അതെ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ഒരുപാട് കിരൺ, സിജു കുമാർ, അങ്ങനെ ഒരുപാട് പേരിപ്പം ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ പാട്ട് നിർത്താൻ എനിക്ക് ഉദ്ദേശമില്ല, ഞാൻ തുടരും. പാട്ട് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഈ നമ്മൾ പറയാറില്ലേ, എല്ലാ കഴിവുകളിലും അത്യുന്നതമായിട്ടുള്ളൊരു കഴിവാണ് പാട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ശബ്ദം എന്ന് പറയുന്നത് ഭൂമിയിൽ ആര് വിചാരിച്ചാലും അതിനെ മാറ്റിക്കാൻ പറ്റത്തില്ല. ഇത് എൻ്റെ മരണം വരെ ഈ ശബ്ദം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് എൻ്റെ കാര്യം മാത്രമല്ല, ഏതൊരു പാട്ടുകാരൻ്റെയും അവസ്ഥ അതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഒരു കഷ്ടകാലം വന്നു, അല്ലെങ്കിൽ എന്നെ എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇത്ര കാലം ഞാൻ അതൊക്കെ വിചാരിച്ചിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ, എൻ്റെ കുറേ വർഷങ്ങൾ ഞാൻ സ്വയം കളഞ്ഞല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതിനൊക്കെ വേറെ ഒരു കാരണം കൂടിയുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ജ്യേഷ്ഠ സ്ഥാനത്തുള്ളൊരു ഒരു ആളാണ്. ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 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 പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ടായി. അപ്പോൾ അതിന് മുന്നേ ആ ഫംഗ്ഷന് തൊട്ടും കുറച്ച് 2 ദിവസം മുന്നേ അവിടെ വെച്ചിട്ടൊരു പ്രോഗ്രാം നടന്നപ്പോൾ അദ്ദേഹം അനൗൺസ് ചെയ്തത്, മനീഷയെ ഇന്ന ദിനത്തിൽ നമ്മളിങ്ങനെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ പാടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ ആ സിംഗറുണ്ട്. അപ്പോൾ അവരവിടെ വളരെ ജനസമ്മതിയുള്ള, ഞാനും ഭയങ്കര ഫാനായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവരും ഉണ്ട് ആ വേദിയിൽ. അപ്പം ഇവരെ നമ്മൾ ആദരിക്കും. അത് മനീഷയെ ആദരിക്കുന്ന പോലെയല്ല, കുറച്ചുകൂടി വലിയൊരു വേദിയിൽ വിദ്യാഭ്യാസ മന്ത്രിനെയൊക്കെ വിളിച്ച്, ശ്രീകുമാര തമ്പി സാറിനെയൊക്കെ വിളിച്ചിട്ടായിരിക്കും ആദരിക്കുക. അപ്പം ഞാൻ ആരായി? ശരി, അവിടെ വെച്ച് അത് കഴിഞ്ഞു. ഈ പൊന്നാട അണിയിച്ച് ആദരിക്കുന്ന ആ ചടങ്ങിൽ വെച്ച് എന്നെ പൊന്നാട അണിയിച്ച് എന്നെ ആദരിച്ചതിന് ശേഷവും അദ്ദേഹം ഇതേ വാക്ക് തന്നെ അവിടെ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം നമ്മളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന്, അപ്പം ഇങ്ങനത്തെ ഒരുപാട് മനസ്സിന് വിഷമങ്ങൾ ഇവരോടൊക്കെ അപ്പം മറുപടിയും കൊടുക്കുമോ? ഞാൻ മറുപടി കൊടുക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ എല്ലാവർക്കും അത്ര
ബോധ്യമല്ല. അപ്പൊ ഈ ആളുകളെല്ലാം ഒരു ദേഷ്യക്കാരിയായിട്ട് ചിത്രീകരിച്ചു. ദേഷ്യക്കാരിയും അഹങ്കാരിയും ഒക്കെ ആയിട്ടാണ് എന്നെ പലരും എന്നെ എന്നെ അടുത്തറിയാവുന്ന ആരും അത് പറയില്ല. ഈ ദൂരെ നിന്ന് ഇത്തരം ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ആൾക്കാർ മാത്രം അങ്ങനെ പറയാറുണ്ട്. എന്നെ അറിയാവുന്നവർക്കറിയാം, എന്നെ അറിയാവുന്നവർക്കറിയാം. അവര് മാത്രമേ എൻ്റെ കൂടെ എന്നും നിലനിൽക്കുള്ളൂ എന്നും വിശ്വാസം ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവരെ ആരെയും ഞാൻ ബോധ്യപ്പെടുത്താൻ പോവാറില്ല. ചേച്ചി, നമ്മളിനി തിരിച്ച് ഹേമ കമ്മിറ്റിയിലോട്ട് വരുന്ന സമയത്ത് ഇന്ന് കേസായിട്ട് വന്ന നടന്മാരുടെ ചിത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ വന്നവർ ആരുമായിട്ടേലും ചേച്ചിക്ക് പരിചയങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഈ വന്നത് ജെനുവിനാന്ന് ചേച്ചി ഫീൽ ചെയ്യുന്നുണ്ടോ? ആ കേസിൽ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരുമായിട്ടും എനിക്ക് പരിചയമുള്ളതാണ്. പക്ഷേ എനിക്കങ്ങനെ ഒരു അനുഭവം, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് ഞാനായിട്ട് എത്തിപ്പെട്ടിട്ടുമില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടുമില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ അനുഭവിച്ച ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോൾ അതിന് ഞാൻ നിഷേധിക്കുന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവരവരുടെ അനുഭവങ്ങൾ അവരവർക്കേ അറിയുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ജെനുവിനായിട്ടുള്ള ഇരകൾക്ക് നീതി കിട്ടട്ടെ, അതിലെ പ്രതികൾക്ക്, കൃത്യമായിട്ടുള്ള പ്രതികൾക്ക് അതിൻ്റെ ശിക്ഷയെ ലഭിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ വേറൊരാളെ നമുക്ക് കുറ്റം പറയാനോ, അപ്പം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായാലല്ലേ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ചേച്ചി, ഇപ്പം വാതിലുകൾ മുട്ടുന്ന കാലഘട്ടമല്ലേ? അപ്പം ചേച്ചി തന്നെ ഇൻ്റർവ്യൂ പറയുകയുണ്ടായി, എനിക്കാണെങ്കിൽ പോലും പല അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകൾ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്ത്? അതായത് ചേച്ചി തന്നെ പറയുകയുണ്ടായി, അമേരിക്കയാണെങ്കിൽ പല സ്റ്റേജ് പ്രോഗ്രാമിലും അറ്റൻഡ് ചെയ്തു, നല്ല നല്ല ബന്ധങ്ങൾ ചേച്ചിക്കുണ്ട്. എന്നിരുന്നാലും കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കാൻ ചേച്ചിക്ക് പറ്റാത്തതുകൊണ്ട് പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട്. അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക, ആരെങ്കിലും മുട്ടിയപ്പം ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ അവസരത്തിനും വേണ്ടി ചേച്ചി തുറന്നു കൊടുത്തിട്ടുണ്ടോ? എന്തോടെ ചോദിക്കുന്നത്? അല്ല, ചേച്ചി തന്നെ പറഞ്ഞല്ലോ എക്സ്പീരിയൻസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അജിനെ, എന്നെ അറിയാവുന്ന ആളല്ലേ നീ? അല്ലേ? എന്നെ നന്നായിട്ട് അറിയാവുന്ന ആളല്ലേ? അതെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ചോദ്യം ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണോ അജിനെ? അല്ലേ ചേച്ചി, അവസരത്തിന് വേണ്ടി അവസരത്തിന് വേണ്ടി തുറന്നു വരാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് ഒരു 100ാമത്തെ സിനിമ ഞാനിപ്പോ ഇവിടെ ആഘോഷിച്ചേനെ. എന്ത് ഊളം ചോദ്യങ്ങളാണോ താൻ ചോദിക്കുന്നത്? അജിന്റെ പല ഇന്റർവ്യൂസും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുമാതിരി അല്ല, ഞാൻ ഒരു മിനിറ്റ് നിക്ക് ഒരു മിനിറ്റ് എന്നല്ല, ഇത്രയും ദേഷ്യപ്പെടാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത്ര എക്സ്പീരിയൻസ് ചേച്ചിക്കുണ്ട്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മുട്ടുമ്പോ തുറക്കുന്നതാണോ എക്സ്പീരിയൻസ്? ആണോ? എല്ലാവരുടെ എക്സ്പീരിയൻസ് അതാണോ? അങ്ങനെയാണെങ്കിൽ അവസരങ്ങളില്ലാതെ മനീഷ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കത്തില്ല. മനസ്സിലായോ? ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടിരുത്തുമ്പോ നിങ്ങളുടെ മാധ്യമങ്ങൾക്ക്, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പ്രത്യേകിച്ച് നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്. അത് വൈറൽ ആവാനാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എന്നെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല. ഞാനിവിടെ വന്നത് നീ കണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ഒരാളാണ് എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് പോകാൻ പേടിച്ചിട്ടല്ല. ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തും പോവാത്ത ആളെന്ന് ഞാൻ പറയുന്നില്ല. അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അല്ല, എന്തിനാണ് അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം? എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? എന്തിനാണ് ഇപ്പോഴല്ലേ ന്യായീകരണം വന്നത്? എന്ത്? ഞാൻ ചോദിച്ചു, മുട്ടി തുറന്നിട്ടുണ്ടോ ചോദിച്ചാൽ തുറന്നിട്ടില്ലെങ്കിൽ ഇല്ലെന്നൊരു ആൻസർ അല്ലേ ഞാൻ പ്രതീക്ഷിക്കത്തുള്ളൂ. അങ്ങനെ ഒരു ചോദ്യമേ ഇവിടെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം എന്തിനാണ്? നിങ്ങൾ ആളുത്തരം കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കൂ അജിനെ, അല്ലാതെ ചുമ്മാ വൈറലാവാൻ വേണ്ടിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ വേണ്ടത്? മുട്ടിയിട്ട് തുറന്നിട്ടുണ്ടോന്ന്? ഇത് തന്നെയല്ലേ ഓരോരുത്തരും ഓരോ അലിഗേഷൻസ് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, അനാവശ്യമായിട്ട് വാർത്താ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ല എന്നെ പോലുള്ളവര്. ഞാൻ അങ്ങനത്തെ ആളല്ല. എന്നാൽ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചു, ഇത്രയും പാട്ടിൽ എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഇത്രയും ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ചോദിച്ച ചോദ്യമാണോ? എത്ര സിനിമകളിൽ അഭിനയിച്ചു? ഞാൻ ചോദിച്ച ചോദ്യത്തിലാണോ തെറ്റ്? ഉറപ്പായിട്ടും. നിങ്ങൾ മുട്ടി തുറന്നിട്ടുണ്ടോ? അതെന്ത് ചോദ്യമാണ്? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോന്നല്ലേ? അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ഒരു സ്ത്രീയുടെ അടുത്ത്, പ്രത്യേകിച്ച് എന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്, എക്സ്ക്യൂസ് മീ, സ്ത്രീക്കാണല്ലോ മുട്ടലും തുറക്കപ്പെടലും ഒക്കെ. എന്നാലും പുരുഷന് സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ നടക്കുന്നത് എന്താണ്? ഇപ്പൊ ചോദിച്ച ചോദ്യത്തില് പുരുഷൻ തുറന്നു കൊടുത്തതല്ലോ, പുരുഷന് വേണ്ടി സ്ത്രീ തുറന്നു കൊടുത്തതല്ലേ? ഞാൻ ചോദിക്കുന്നത് തുറന്നു, ഞാൻ അതിനുള്ള ആൻസർ ഞാൻ പ്രതീക്ഷിച്ചത്
അജിനെ ഞാൻ തുറന്നു കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കാൻ തന്നെ കാരണം നമ്മൾ തമ്മിൽ ആ ഒരു ബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചത്. ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അജിന്റെ അടുത്ത് ചോദിക്കുന്നത്. നമ്മൾ തമ്മിൽ നല്ല ബന്ധമുണ്ടെന്ന് അജിൻ തന്നെ പറഞ്ഞല്ലോ. ഉറപ്പായിട്ടും. ആ അജിൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക? അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ തമ്മിൽ ഇത്ര പരിചയമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചോദ്യം എന്റെ അടുത്ത് ചോദിക്കുക? അജിൻ പറ. അങ്ങനെ ഞാൻ തുറന്നു കൊടുത്ത് അവസരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ, ഇതിന് മുന്നേ ഉള്ള ഇന്റർവ്യൂകളിൽ അജിൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ചേച്ചിക്ക് അവസരങ്ങൾ പലയിടത്തും നഷ്ടപ്പെടുന്നുണ്ടെന്ന്. എങ്ങനെ നഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ? അല്ല, ഞാൻ ചോദിക്കുന്ന അപ്പൊ ചേച്ചി പറയുന്നത് അവസരങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെന്നങ്ങ് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അജിനെ, പ്രത്യേകിച്ച് നിന്നെ പോലുള്ള ഒരാളുടെ അടുത്ത്. ഇല്ലേ, നമ്മൾ തമ്മിൽ മുൻ പരിചയമുള്ള ആൾക്കാരാണ്, നമ്മൾ തമ്മിൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരു അലിഗേഷന്റെ അപ്പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കുമോ ഇങ്ങനെ? വീട്ടിൽ പോയിട്ട് പെങ്ങളെടുത്ത് ചോദിക്കുമോ ഇങ്ങനെ? എന്റെ പെങ്ങളും അമ്മയും ഒന്നും സിനിമയിലില്ല. സിനിമയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സ്ത്രീയാണോ? എന്റെ വീട്ടുകാർ സിനിമയിലില്ല. ഞാൻ ചോദിക്കുന്നത് സ്ത്രീകളാണോ? ഞാൻ ചോദിക്കുന്ന മനീഷ എന്ന് പറയുന്ന അമ്മയോടല്ല, ഞാന് മനീഷ എന്ന ആക്ട്രസിനോടെ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. മനീഷ അവിടെ എന്ന് വീട്ടിലിരിക്കുന്ന ഇവിടെ എന്റെ വീട്ടുകാരെ വിളിക്കേണ്ട ഒരാവശ്യമില്ലെന്നേ. എക്സ്ക്യൂസ് മീ, ഇവിടെ ഇരിക്കുന്ന മനീഷ എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്, ഒരു അഭിനേത്രി മാത്രമല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞു അഭിനേത്രി ആയതുകൊണ്ടാണല്ലോ ഇവിടെ ഞാൻ കൊണ്ടിരുത്തിയത്. അല്ല, മൾട്ടി ടാലന്റഡ് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഗായികയാവാലോ, അല്ലെങ്കിൽ ഞാൻ ഒരു പെയിന്റർ ആവാലോ, ഞാനൊരു എഴുത്തുകാരി ആവാലോ. അതോടൊപ്പം തന്നെ ഞാനൊരു സ്ത്രീയാണ്. ആ ബഹുമാനം കാണിക്കേണ്ടത് ഒരു ആങ്കർ എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ബാധ്യതയാണ്, അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തില തെറ്റ്. ചോദ്യത്തിൽ ഉറപ്പായിട്ട് തെറ്റാണ്. നിങ്ങൾ നോക്കി കണ്ടു ആൾക്കാർ ചോദിക്കും. ചോദ്യം മാറ്റാം. ഓക്കെ, എന്ത് ചോദ്യം മാറ്റാം? ഞാനൊന്നുമില്ല, കഴിഞ്ഞു, അവസാനിച്ചു, മതിയായി. നിങ്ങൾ ഒരുമാതിരി ഊളത്തരം ചോദ്യം ചോദിച്ചിട്ടാണോ ഇവിടെ കൊണ്ടുവന്നിരുത്തേണ്ടത്? അത് ഇത്ര പരിചയമുള്ള ഒരാള്. ഞാൻ നിന്റെ അടുത്ത് ഇത് പ്രതീക്ഷിച്ചില്ല അജിനെ, സത്യമായിട്ട്. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ആൾക്കാരെ ബോധ്യപ്പെടുത്തിയിട്ട് ജീവിക്കേണ്ട ആവശ്യമൊന്നും തൽക്കാലം എനിക്കില്ല. പക്ഷേ ഇത്തരം ചോദ്യങ്ങൾ എന്റെ കൺമുന്നിൽ നിന്ന് പരിചയമുള്ള ആൾക്കാർ ചോദിച്ചാൽ ചെപ്പക്കുറ്റി അടിച്ച് ഞാൻ പൊളിക്കും. ഞാൻ മനസ്സിലായോ? അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. എന്നെ അറിയാവുന്ന ആളല്ലേ നീ. ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എന്ത് ചോദിക്കാന്നുണ്ടോ? ഇപ്പൊ ഞാൻ നേരത്തെ ചോദിച്ചു, അമ്മയോ പെങ്ങളോ എന്ന് ചോദിച്ചപ്പോ അത് നിനക്ക് കൊണ്ടു ഇല്ലേ? അവരാരും സിനിമയിൽ അഭിനയിക്കുന്നില്ല എന്നുള്ളൊരു മറ നീ വെച്ചു. എക്സ്ക്യൂസ് മീ, ഞങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിന്റെ അർത്ഥം എല്ലാവർക്കും മുട്ടിയാൽ തുറക്കപ്പെടും എന്നുള്ളതാണോ അതിന്റെ അർത്ഥം? ഇതാണ് ഏറ്റവും മനസ്സിലായിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ സിനിമയിൽ മാത്രമല്ല ഇത് നടക്കുന്നത്. ഞാൻ നേരത്തെയും പറഞ്ഞു, എന്റെ ചെറിയമ്മയ്ക്കുണ്ടായ അനുഭവം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. കുടുംബത്തിൽ നടക്കുന്നില്ലേ? അച്ഛന്മാരെ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട് ഇവിടെ. ഇത്രയും ദേഷ്യപ്പെടാനായിട്ട് ഞാൻ ചോദ്യത്തിൽ എന്ത് തെറ്റാന്ന് ഞാൻ ചോദിക്കുന്നത്? ഉറപ്പായിട്ടും തെറ്റുണ്ട്. ആൾക്കാരെ നോക്കിയും കണ്ടും വേണം ചോദിക്കാൻ. മുട്ടിയിട്ട് തുറന്നു കൊടുത്തില്ലെന്ന് എന്ത് തുറന്നു കൊടുക്കും? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇത് തൊഴിലുറപ്പിന് പോകുന്നൊരു ചേച്ചിയോട് ഈ ചോദ്യം ചോദിക്കണം. നിങ്ങളെ പോലെ ചേച്ചിയോട് ചോദിച്ചാൽ എന്താ അവർക്ക് അനുഭവം ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? ഹേമ കമ്മിറ്റി തൊഴിലുറപ്പുള്ള ചേച്ചിയെ പറ്റിയാണോ പറയുന്നത്? എക്സ്ക്യൂസ് മീ, സിനിമാക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു അനുഭവം ഉള്ളോ? സിനിമാക്കാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു അനുഭവം ഉള്ളൂ? ഞാൻ ചോദിക്കട്ടെ, സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും ഇത്തരം പീഡനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന സജിൻ എന്തോരം അനുഭവിച്ചിട്ടുണ്ടാവും ഇല്ലേ? മാധ്യമ പ്രവർത്തനത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? എത്രയോ മാധ്യമങ്ങളിൽ നിന്ന് പൊറുക്കാൻ പറ്റാത്ത എത്രയോ പെൺകുട്ടികളുണ്ട്. എത്രയോ പെൺകുട്ടികൾ കരഞ്ഞിറങ്ങി ജോലി വേണ്ടെന്ന് വെച്ച് വീട്ടിൽ പോയിട്ടുണ്ട് ഇല്ലേ? അത് ആൺകുട്ടികളും ഉണ്ട്, പെൺകുട്ടികളെന്ന് മാത്രം പറയല്ലോ. നിങ്ങളിപ്പോ ചോദിച്ചോണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ സ്ത്രീകളെ ലാക്കാക്കിയാണ്, ആണോ അല്ലയോ? മുട്ടിയാൽ തുറന്നു കൊടുത്തിട്ടുണ്ടോന്ന് ചോദിക്കുന്നത് ഒരു പുരുഷനോട് നിങ്ങൾ ചോദിക്കോ? ഇത് നിങ്ങളൊരു സ്ത്രീയുടെ അടുത്തല്ലേ ചോദിക്കുള്ളൂ. പുരുഷനോട് ചോദിക്കുമെന്ന് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ ചോദിച്ചു ഞാനൊരു തൊഴിലുറപ്പിൽ പോണ ഒരു ചേച്ചിയോട് ചോദിക്കട്ടെ. അപ്പൊ സിനിമാക്കാരി ആയാൽ മുട്ടാൻ തുറക്കപ്പെടാനും നിൽക്കുന്നവരാണോ സിനിമാക്കാർ? ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ തൊഴിലുറപ്പുള്ള ചേച്ചിമാർക്ക് വേണ്ടി ഉള്ളതല്ലല്ലോ. എക്സ്ക്യൂസ് മീ, ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോ തന്നെ ഞാൻ പറഞ്ഞു, ഇത്തരം സംഗതികൾ ഒരു സിനിമാ മേഖലയിൽ മാത്രമുള്ളതല്ല എന്ന് ഞാൻ കൃത്യമായിട്ട് തുടക്കത്തിലെ ഞാൻ പറഞ്ഞു. ഒരു കുടുംബത്തിലെ തുടങ്ങണം ഈ വക എന്താ പറയാ ഉന്മൂലനങ്ങൾ. മനസ്സിലായോ? അപ്പൊ നമുക്ക് വിദ്യാഭ്യാസ മേഖലയിലുണ്ട്, ആരോഗ്യ മേഖലയിലുണ്ട്, ഏത് മേഖലയിലെ പീഡനങ്ങൾ ഇല്ലാതെ ചേച്ചി എല്ലായിടത്തും ഉണ്ട്. ഞാൻ ചേച്ചിയോട് ഇത് ചോദിച്ചത് സ്ത്രീയെ മാത്രം ചേച്ചി പറയില്ലേ, പുരുഷനും ഇത് അനുഭവിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്നലെ എടുത്തൊരു ഇന്റർവ്യൂവിൽ പുരുഷനും ഇത് സംഭവിച്ചു. അതെ, മെഴുകണ്ട കൂടുതല്. നീ ചോദിച്ചത് ഒരു സ്ത്രീയോടാണ് അല്ലെ, പുരുഷനായിട്ടല്ല. നീ എന്നോട് എക്സ്ക്യൂസ് മീ, ഞാൻ ഇവിടെ ഒരു പുരുഷനാണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം നീ ചോദിക്കോ? ഞാൻ ചോദിച്ചല്ലോ. ഇത് പുരുഷനും അനുഭവിക്കുന്നുണ്ടെന്നേ. പുരുഷൻ അനുഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്. ഒരു പുരുഷനാണ് ഈ സ്ഥാനത്തിരിക്കുന്നെങ്കിൽ നീ ഈ ചോദ്യം ഞാൻ ഇപ്പൊ ചോദിച്ച സ്ത്രീയോടല്ല, ആക്ട്രസ് മനീഷയോടാണ്. ആക്ട്രസ് മനീഷയായിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. മനീഷ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇവിടെ വന്നത്. ഞാൻ മാത്രമല്ല മനീഷ എന്ന് പറഞ്ഞ, അതുകൊണ്ടാണ് നീ പാട്ട് പഠിപ്പിച്ചത്. ആക്ട്രസ് ആയിട്ടാണോ ഞാൻ പാട്ട് പാടിയത്? അല്ല, എനിക്ക് മുൻ പരിചയമുള്ള മനീഷ എന്ന് പറയുന്നത് ഞാൻ പാട്ട് പാടിയത് അല്ല. ഞാൻ ഒരു സിംഗർ ആയിട്ടാണ് പാട്ട് പാടിയത്. നീ തന്നെ പറഞ്ഞു ഒരു കംപ്ലീറ്റ് ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു കംപ്ലീറ്റ് മനുഷ്യനും കൂടിയാണ്.
അതുകൂടി നീ പരിഗണിക്കണം. പ്രത്യേകിച്ച് നമുക്ക് പരിചയമുള്ള സ്ഥിതിക്ക് ആ ഒരു പരിഗണന തരേണ്ടത് നിങ്ങളുടെ മാന്യതയാണ്. ഉറപ്പായിട്ടും ഞാനത് മനസ്സിലാക്കുന്നു. അതോടൊപ്പം ഞാൻ ചോദിക്കുന്നത്, ഇനി കൂടുതൽ ചോദ്യങ്ങൾ വേണം. അല്ലേ, നമ്മുടെ ഭാഗത്തുനിന്ന് ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമ ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച് ചേച്ചി, ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിൽ താങ്ക് യു വെരി മച്ച്. എല്ലാത്തിനും നന്ദി. ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ വിധി എഴുതുമ്പോൾ കണ്ണടച്ച് വിധി എഴുതരുത്. എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്. അതിനെ മാനിച്ചു വേണം നമ്മൾ എല്ലാവരും പരസ്പര ബഹുമാനത്തോടു കൂടി തന്നെ. ഇപ്പൊ നിനക്ക് ഞാനൊരു ബഹുമാനം തരുന്നു, ആ ബഹുമാനം തിരിച്ചു. ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ എൻ്റെ മക്കളാണെങ്കിലും എൻ്റെ കൂടെയുള്ളവരാണെങ്കിലും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അതിപ്പോ ഏതൊരു, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവരും അവരവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഹഡിൽസും ചാടിക്കടന്ന് ഓരോ കടമ്പകൾ ചാടിക്കടന്ന് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അനാവശ്യമായിട്ടുള്ള ഇത്തരം അലിഗേഷൻസിലേക്ക് ദയവ് ചെയ്ത് മാധ്യമങ്ങളോട് പ്രത്യേകിച്ച് പറയാണ് കൊണ്ടുചെന്നിട്ടരുത്. ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. നീതി എല്ലാവർക്കും ലഭിക്കട്ടെ. താങ്ക് യു.